എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ കഴിക്കാമോ? അത് ഷുഗർ കൺട്രോൾ ചെയ്യുമോ? അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് അത് ഹാനികരമാണോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഹായ്, ഐ ആം ഡോക്ടർ വർഷ ആൻഡ് വെൽക്കം ടു ഡോക്ടർ വർഷ സൗത്ത് സ്പേസ്. റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരു പേഷ്യൻറ്റിൽ നിന്ന് കേട്ടതാണ്, എനിക്കൊരു മീല് വർക്കൗട്ട് ആയിട്ടുണ്ട്, ഞാനത് എല്ലാ ദിവസവും അത് തന്നെ ഫോളോ ചെയ്താലോ എന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് ഹിഡൻ റിസ്ക് എന്തൊക്കെയാണ്, ഷുഗർ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ ഇത് സ്മാർട്ടായി നമ്മുടെ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാമെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മിക്ക പ്രമേഹ രോഗികളും ഒരു റുട്ടീൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം ഇത് പ്രെഡിക്റ്റബിൾ ആണ്, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യുന്നത് ഈസിയാണ്, ഫോളോ ചെയ്യാൻ ഈസിയാണ്, അധികം കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ഷുഗർ ടെസ്റ്റ് നോക്കുമ്പോൾ ഷുഗർ നോർമലാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചിന്തിക്കുന്നത്, ഇത് തന്നെ ഫോളോ ചെയ്യാം, അതിൻ്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്നുള്ളതിൽ ഇത് തന്നെ ഫോളോ ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റിസ് കൺട്രോൾ എന്ന് പറയുന്നത് വെറും ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് മാത്രമല്ല എന്നുള്ളതാണ്. അതെ, ഒരു മീൽ കൊണ്ട് നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ആ സമയത്ത് നമുക്ക് വിറ്റമിൻ ഡെഫിഷ്യൻസി, ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ്, ഹേർട്ടിൻ്റെ ഹെൽത്തിനെ ബാധിക്കാം, കിഡ്നി ഹെൽത്തിനെ ബാധിക്കാം, അതുപോലെ തന്നെ മറ്റ് പല ഡെഫിഷ്യൻസീസ് കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരേ മീൽ തന്നെ ഫോളോ ചെയ്യുമ്പോൾ ന്യൂട്രിയൻസ് ഒക്കെ ലിമിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് ഷുഗർ നോർമൽ ആയിരിക്കും, പക്ഷേ ബോഡിയിൽ ഇതുവഴി ഡെഫിഷ്യൻസീസ് വന്നു തുടങ്ങും. ഒരു സിംഗിൾ ഫുഡിലും എല്ലാ ന്യൂട്രിയൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരേ ബ്രേക്ക്ഫാസ്റ്റ്, ഒരേ ലഞ്ച്, ഒരേ ഡിന്നർ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടാതെ പോകുന്നത് വൈറ്റമിൻസ്, അതുപോലെ മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, ഫൈബേഴ്സ് ഒക്കെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി റൈസും ചിക്കനോ കഴിക്കുന്നതെന്ന് വിചാരിച്ചോളൂ, ഇപ്പോൾ നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടാവും, ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഫുഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് എല്ലാ മീലും ഒരേപോലെ എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം. നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഗട്ട് ബാക്ടീരിയാസും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരേ മീൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഗുഡ് ബാക്ടീരിയ കുറയാൻ തുടങ്ങും, അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും, പിന്നെ ഗട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ബ്ലോട്ടിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഫുഡ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ഗട്ട് ഹെൽത്ത് നോർമൽ ആക്കിയാൽ മാത്രമേ ബ്ലഡ് ഷുഗർ ലെവലും നോർമലായി വരുള്ളൂ. ഒരേ ഭക്ഷണം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഫുഡ് സെൻസിറ്റിവിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ടേസ്റ്റ് ഒക്കെ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. പിന്നെ ഈ ബിഞ്ച് ഈറ്റിംഗ് ഉണ്ടാവും. നമ്മൾ സഡൻ ആയിട്ട് പിന്നീട് പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് കുറേ നേരം ഭക്ഷണം കഴിക്കാനൊരു ടെൻഡൻസി നമുക്ക് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യൻസിൽ അധികം കണ്ടുവരുന്നിട്ടുള്ളൊരു കാര്യമാണ് ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്നതിന് മെയിൻ കാരണം ഈ ഒരു ബോറടി ആയിരിക്കും. അധികം പേഷ്യൻസും പറയുന്ന ഒരു കാര്യമാണിത്. ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് മതിയായി, അതുകൊണ്ട് നിർത്തി എന്നുള്ളത്. അപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ല. മാറ്റി മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോറടി ഒഴിവാക്കാവുന്നതാണ്. ഡയബറ്റീസിൽ ഓൾറെഡി നമുക്ക് ഫിസിക്കലി വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, സ്ട്രെസ് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ഡയറ്റ് ആയാലും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ക്വിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അധികം സ്ട്രെസ് ആവാതെ നമ്മൾ ഒരു സസ്റ്റൈനബിൾ ആയിട്ട് പോകുന്ന ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ ആണ്, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ലഞ്ച് സിമിലർ ആക്കാം, പക്ഷേ ഒരു ദിവസത്തിൽ 3 മീലും സെയിം ആയി എല്ലാ ഡേയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമുക്ക് വേണ്ട സ്മാർട്ട് വേ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രക്ചർ സെയിം ആയിട്ട് ഇൻഗ്രീഡിയൻസ് മാറ്റിക്കൊണ്ടിരിക്കുക. എന്നാൽ നമ്മളൊരു പ്ലേറ്റിൽ കാഭാഗം വെജിറ്റബിൾസ്, ഹാഫ് ഭാഗം വെജിറ്റബിൾസ്, കാൽഭാഗം പ്രോട്ടീൻ, കാഭാഗം കാർബോഹൈഡ്രേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യുക. ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് മീൽ റൊട്ടേഷനാണ്. ഒരു മീലല്ല, 3 to 4 മീല് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് ഓപ്ഷൻ വെച്ച് നോക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇഡ്ഡലി സാമ്പാർ ഫസ്റ്റ് ഓപ്ഷനായിട്ട്, പിന്നെ വെജ് ഓംലെറ്റും ടോസ്റ്റും, അതുപോലെ ഓട്സ്, അതിൻ്റെ കൂടെ നട്ട്സ്, അതുപോലെ പോഹേൻ്റെ കൂടെ സ്പ്രൗട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ലഞ്ച് ഓപ്ഷൻ വരുന്നത് റൈസ്, ഡാല്, വെജ് ആണെങ്കിൽ നെക്സ്റ്റ് ചപ്പാത്തി, പനീർ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ മില്ലറ്റ് കിച്ചടി യൂസ് ചെയ്യാം, അതുപോലെ സാലഡ്സ്, ഗ്രിൽഡ് ചിക്കൻ യൂസ് ചെയ്യാം. ഇത് നമ്മളെ ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ ഷുഗർ സ്റ്റേബിൾ ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഡയറ്റിൽ ഒരു ബോർഡം ഫീലും ഉണ്ടാവില്ല. ഡെയിലി സെയിം വൈറ്റ് റൈസ്, പൊട്ടാറ്റോ കറി, ചിക്കൻ ഫ്രൈ കഴിക്കുന്നതിന് പകരം നമുക്ക് സ്മാർട്ട് റൊട്ടേഷൻ നോക്കാം. അപ്പോൾ ഡേ 1 ബ്രൗൺ റൈസും ഡാലും ക്യാബേജും കഴിക്കാം, ഡേ 2 മില്ലറ്റും ഫിഷും ബീൻസും കഴിക്കാം, ഡേ 3 ചപ്പാത്തി, പനീർ, സാലഡ്സ് ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതുവഴി നമുക്ക് ഷുഗർ കൺട്രോൾ ആവുകയും ചെയ്യും, അതുപോലെ തന്നെ ന്യൂട്രീഷനിൽ ബാലൻസ് ഉണ്ടാവും. ടൈം കൺസിസ്റ്റൻ്റ് ആക്കുക, ഫുഡ് വെറൈറ്റി ആക്കുക. അപ്പോൾ നമ്മൾ സെയിം ടൈമിൽ സെയിം പോർഷൻ സൈസിൽ
ഡിഫറെൻറ്റ് ഹെൽത്തി ഫുഡ് ട്രൈ ചെയ്യുക. ഇതാണ് ശരിക്കും ഡയബറ്റിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതെ, ഒരേ മീൽ നമുക്ക് ചില ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്യാവുന്നത്, പക്ഷെ ഡെയിലി ഇത് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാവുന്നത് ബെറ്റർ ഷുഗർ കൺട്രോൾ ഉണ്ടാവും, ന്യൂട്രീഷൻ കിട്ടും, അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആവും. അതുപോലെ നമുക്ക് ലോങ് ടേം സക്സസ് ആണ് ഇതുവഴി ഉണ്ടാവുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.